ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവിന് രാത്രിയിൽ ഉറക്കമില്ല. രാജു ഇങ്ങനെ ചിന്തിക്കുവാണ്, പാവം ഋതിക മേഡത്തിൻ്റെ സ്നേഹം എനിക്കറിയാം, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ദൈവം വർമ്മ സാറാ. അല്ല, ഞാനെന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴാണ് ആലോചിക്കുന്നത്? ആ രമ്യയെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. പക്ഷേ എൻ്റെ ഋതിക മേഡം, എൻ്റെ മേഡത്തിനോട് എനിക്ക് ഇതുവരെയും വെറുപ്പ് തോന്നിയിട്ടില്ലല്ലോ. അതുമാത്രമല്ല, ഋതിക മേഡം എൻ്റെ ആരൊക്കെയോ എന്നിങ്ങനെ പറഞ്ഞ് രാജു അങ്ങ് നാണിക്കുവാണ്. ഈശ്വര, ഇനി ഇതാണോ പ്രണയം? എനിക്ക് എൻ്റെ ഋതിക മേഡത്തിനോട് പ്രണയമാണോ? പാവം, എല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കുമായിരിക്കും. ഒരു ഗുഡ് നൈറ്റ് അങ്ങ് അയച്ചേക്കാം എന്നും പറഞ്ഞ് രാജു ഋതികയുടെ ഫോണിലോട്ടൊരു ഗുഡ് നൈറ്റ് മെസ്സേജ് ഇടുന്നുണ്ട്. ഋതികയ്ക്കും ഉറക്കമില്ല. ഋതികയും രാജുവിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴാണ് രാജുവിൻ്റെ ഈ ഗുഡ് നൈറ്റ് വരുന്നത്. ഓഹ്, എന്തിനാ ഇപ്പം ഗുഡ് നൈറ്റ്? ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകത്തുമില്ല. മനസ്സിലായാൽ തന്നെ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുകയും ചെയ്യുന്നു. ഓഹ്, ഒരു ഗുഡ് നൈറ്റ് ഇട്ടേക്കുന്നു. ആർക്ക് വേണം നിന്റെ ഗുഡ് നൈറ്റ്? എന്നിട്ട് ഋതിക ആലോചിക്കുവാണ്, ആപത്ത് ഘട്ടങ്ങളിലെല്ലാം തന്നെ രക്ഷിക്കുന്നത് രാജുവാണല്ലോ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് അവനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുവാണ്. രാജു എൻ്റെ ജീവനാ. ഞാൻ ഗുഡ് നൈറ്റ് ഇട്ടേക്കാം എന്നും പറഞ്ഞ് ഗുഡ് നൈറ്റ് രാജു നിടുവാണ്. ഋതിക തിരിച്ചും ഗുഡ് നൈറ്റ് ഇട്ടപ്പോൾ രാജുവിനങ്ങ് ഭയങ്കര സന്തോഷവും നാണവും ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് അവൻ അനുഭവപ്പെടുന്നത്. പ്രതാപൻ ഇന്നലെ ഹോസ്പിറ്റലിൻ്റെ മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടി 50 ലക്ഷം രൂപ നാളെ തരാം, അത് രാജു ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നാളെ വരുമ്പോൾ തരാം എന്ന് പറഞ്ഞതൊക്കെ ആ അംബികക്കള്ളിയും മോൻ മഹാകള്ളനും കേട്ടിരുന്നു. രാത്രി ആരും കാണാതെ ദീപക് പൈസ എടുക്കാനായിട്ട് പോവുകയാണ്. ആ അലമാരയുടെ ഡ്യൂപ്ലിക്കേറ്റ് കീയൊക്കെ ദീപക് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറയുക, ഒറിജിനൽ താക്കോലൊക്കെ രാജു തന്നെ വെച്ചോണ്ടിരിക്കട്ടെ. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ട് അലമാരി തുറന്ന് ആ പണം വെച്ചിരിക്കുന്ന പെട്ടി അങ്ങോട്ട് തുറക്കുമ്പോൾ ആ പണം കണ്ടിട്ട് മുതല വാ പുളക്കുന്ന പോലെ ദീപക് അങ്ങനെ വായും പൊളന്ന് നിൽക്കുവാണ്. ഇതിലൊരു 10 ലക്ഷം എൻ്റെ കയ്യിലിരിക്കട്ടെ, അവനെ ആ രാജുവിനെ ഒരു പെരുങ്കള്ളനാക്കി ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിലാണ് എനിക്ക് സന്തോഷം. പ്രേമം തലയ്ക്ക് പിടിച്ച ഋതികയ്ക്കും രാജുവിനും ഉറക്കമില്ല. ഋതിക വീണ്ടും രാജുവിനെ വിളിക്കുവാണ്. രാജു ഉറങ്ങിയോ? ഇല്ലെന്ന് പറയുമ്പോൾ പറയുന്നു, ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. താങ്ക്സോ? ഈ രാത്രിയിലോ? രോഹനിൽ നിന്നും എന്നെ രക്ഷിച്ചതിനും കൃത്യസമയത്തിന് എൻ്റെ അച്ഛനെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞതിനും എല്ലാം പ്രത്യേകം നന്ദി. അതിന് നന്ദിയൊന്നും വേണ്ട മേഡം, ഞാൻ എൻ്റെ കടമയല്ലയോ ചെയ്തത്. കടമയോ? അതിന് രാജുവിന് എന്നോട് പ്രത്യേകിച്ച് കടപ്പാടൊന്നും ഇല്ലല്ലോ. എന്താ മിണ്ടാട്ടം മുട്ടിപ്പോയോ? ഞാൻ പറഞ്ഞത് കേട്ട് രാജുവിന് വേദനിച്ചോ? എനിക്ക് രാജുവിനോട് ഒരു ദേഷ്യമില്ല. ഞാൻ എൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് രാജുവിനോട് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞ വാക്കുകൾ എന്നെ വിഷമിപ്പിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, രാജുവിൻ്റെ മനസ്സിൽ ഞാനില്ലല്ലോ. പിന്നെ എന്തിനാ രാജുവിനെ കുറ്റപ്പെടുത്തുന്നത്? അയ്യോ, മേഡത്തിന് വിഷമമായെങ്കിൽ വീണ്ടും ഞാൻ സോറി ചോദിക്കുക. വേണ്ട രാജു സോറി ഒന്നും പറയണ്ട. എനിക്ക് രാജുവിനെ നല്ലതുപോലെ മനസ്സിലാകുമല്ലോ. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. അംബിക റൂമിൽ നിന്ന് അവിടെ തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചോണ്ടിരിക്കുമ്പം ദീപക് ഒരു വളിച്ച ചിരിയുമായിട്ട് അമ്മേന്നും പറഞ്ഞ് വരുന്നുണ്ട്. അലമാരയിൽ നിന്ന് മോഷ്ടിച്ച പൈസ അവൻ്റെ കൈയുടെ പുറയിൽ കെട്ടിവെച്ചോണ്ട് അവനിങ്ങനെ ചിരിച്ചോണ്ട് വരുന്ന കണ്ടുകൊണ്ട് അംബിക ചോദിക്കുക, എന്താടാ ഒരു വല്ലാത്ത ചിരി, ഒരുമാതിരി കള്ളന്മാരെ പോലെ? പിന്നല്ലേ അമ്മയുടെ മോനെ ഇപ്പോൾ ഒരു കളവൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. മോനെ 10 ലക്ഷം അടിച്ചു മാറ്റിയോ? ദാണ്ട നോക്കിക്ക് എന്നും പറഞ്ഞ് അവനെ പൈസ കാണിക്കുമ്പോൾ അംബികയുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരി. ആ ദുഷ്ടപ്രാണി പറയുക, മിടുക്കൻ, കൺഗ്രാജുലേഷൻ മോനെ. കാക്ക പൊന്നല്ല് കണ്ടതുപോലെ വായും പൊളിച്ചവൾ ആ പൈസ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. മകനെ കക്കാൻ വിടുന്ന ആദ്യമായിട്ടൊരമ്മയെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എന്നിങ്ങനെ ദീപക് പറയുന്നുണ്ട്. എടാ ദീപക്കെ, അതിനിത് കളവല്ലല്ലോടാ. കെണി വെച്ചെന്നോ പണി കൊടുത്തെന്നോ എന്നൊക്കെയാ മോനെ ഇപ്പം ഇതിനെ ഓമന പേരിട്ട് പറയുന്നത്. എന്താമ്മേ ഇനി അടുത്ത പ്ലാൻ? എടാ മോനെ, പ്ലാനും പദ്ധതിയൊക്കെ നീ നാളെ കണ്ടോ. എന്നാലും എന്നോടുകൂടി പറയമ്മേ. ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന പ്ലാനാണോ അമ്മയുടെ എന്ന് അറിയാമല്ലോ. മോൻ പറ, മോൻ എന്തുവാ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അമ്മ, ഈ കാളയ്ക്ക് സീലടിച്ച് വെക്കത്തില്ലേ, അതുപോലെ സീലടിച്ച് കള്ളനെന്ന മുദ്ര കുത്തി അവനെ പറഞ്ഞു വിടാമെന്ന് അംബിക പറയുക. എന്നാൽ അങ്ങനൊന്നുമല്ല. കാണാൻ പോകുന്ന പൂരവേ അങ്ങ് കണ്ട് രസിച്ചാൽ മതി. മുൻകൂട്ടി പറഞ്ഞാൽ അതിൻ്റെ ത്രില്ലങ്ങ് പോവും മോനെ. ആ രോഹനെന്ന് പറഞ്ഞ മാരണത്തെ ഇവിടുന്ന് ഒഴിവാക്കിയതുപോലെ ഇനി 2 ഒഴിയാബാധകളുണ്ട്. അതിനെയും കൂടി ഇവിടുന്ന് ആവാഹിച്ച് എവിടെങ്കിലും കൊണ്ടുപോയി തളയ്ക്കണം. അതിന് 2 പേരാരാമ്മേ? ഇവിടെ ഒന്ന് രാജു, പിന്നൊന്നേ മഹാലക്ഷ്മിയും കുടുംബവിളക്കുമായിട്ടൊക്കെ നിൽക്കുന്നേ നിൻ്റെ ഭാര്യ ദിവ്യ. വേണ്ട അമ്മയായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, എന്നാലും പറയാം, മര്യാദയോട് പറയരുത്. ആ നാശം പിടിച്ചവളെ എൻ്റെ ഭാര്യയൊന്നും അല്ല. എന്നാലേ അവൾ കൊണ്ടു നടക്കുന്ന കളിപ്പാട്ടം നിൻ്റെ അല്ലേ? കളിപ്പാട്ടോ? അതേടാ, ആ കൊച്ച്.
അമ്മേ ദാണ്ട ഇല്ലാത്തതൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. അമ്മ എൻ്റെ അമ്മ തന്നാണോ? ആ കൊച്ചിനെ എൻ്റെ മുഖത്തിൻ്റെ ഒരു ചായയില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഈ രണ്ടെണ്ണത്തിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഈ രണ്ട് അസുരജന്മങ്ങളും നിന്റെ എൻ്റെയും ജീവിതത്തിലെ അപശകുനങ്ങളാ. ഈ രണ്ടെണ്ണത്തിനെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ച് കളഞ്ഞിട്ട് ഈ വീട്ടിലൊരു ശുദ്ധികലശം തന്നെ നടത്തണം. അതാണ് മോനെ എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഏറെക്കുറെ ദീപക്കിന് പിടികിട്ടി അമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. രാജു രാവിലെ നല്ല ഉറക്കത്തിലാണ്. രമ്യ ഒരു കപ്പ് ബെഡ് കോഫിയായിട്ട് രാജുവിനും തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രമ്യ ഒരു കൈയിൽ കോഫിയും മറ്റേ കയ്യിൽ ഒരു നൂലിലൊരു കഷ്ണം ഉപ്പും കെട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന രാജുവിൻ്റെ വായുടെ നേർക്ക് ആ ഉപ്പ് കഷ്ണം അവളിങ്ങനെ നൂല് വെച്ച് ആട്ടുന്നുണ്ട്. രാജുവിന് വല്ലാത്ത ഇറിറ്റേഷനായിട്ട് പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ രമ്യ അടുത്തിരിക്കുന്നു. രാജുവിനാണെ അവളെ കണ്ടപ്പോൾ ദേഷ്യം സഹിക്കാൻ വയ്യ. എന്തിനാ രമ്യ നീ ഇങ്ങനെ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാനേ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ വന്നതല്ല, എൻ്റെ രാജുവിന് ബെഡ് കോഫി തരാൻ വന്നതാ. എനിക്ക് ബെഡ് കോഫി തരാനേ ഇവിടെ എൻ്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി തന്നോളും. നീ എന്തിനാ ഇതിനൊക്കെ വന്ന് ബുദ്ധിമുട്ടുന്നത്? ബുദ്ധിമുട്ടോ? ഇതെനിക്ക് ഉത്തരവാദിത്വമല്ലേ രാജു? കോഫി എടുത്ത് അവൾ രാജുവിനെ നേരെ നീട്ടുമ്പോൾ രാജു പറയുന്നു, രമ്യേ 1000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞതാ എൻ്റെ അടുത്ത് വന്നേക്കരുതെന്ന്. ഇനിയൊരു വഴക്കിനും തർക്കത്തിനും ഒന്നും ഞാനില്ല. മനുഷ്യൻ്റെ ക്ഷമയ്ക്കുമുണ്ട് അതിര്. എന്താ രാജു ഇങ്ങനെ എന്നും പറഞ്ഞ് രാജുവിൻ്റെ തോളിൽ അവൾ കൈവെക്കുവാണ്. രാജു ആ കൈച്ചീന്നും പറഞ്ഞ് തട്ടി മാറ്റി കളയുവാണ്. എൻ്റെ സ്നേഹം കൊണ്ടല്ലേ രാജു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രമ്യ ഇവിടെ നിന്ന് പൊയ്ക്കേ. ഞാൻ പോകാം, പക്ഷേ രാജു ഈ കോഫി കുടിച്ചാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ആ കോഫി വാങ്ങിച്ച് കുടിച്ചില്ലെങ്കിൽ ഈ നാശം പിടിച്ചവൾ ഇവിടുന്ന് പോകത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജു വളരെ കഷ്ടപ്പെട്ട് ആ കോഫി വാങ്ങിച്ച് കുടിക്കുവാണ്. നമ്മുടെ വേണിവേട്ടൻ രാവിലെ ഇരുന്നോണ്ടിങ്ങനെ പല്ല് തേക്കുവാണ്. പെട്ടെന്നൊരു ഓട്ടോറിക്ഷ അവിടെ വന്ന് നിൽക്കുന്നു. ഇതാരായിരിക്കും രാവിലെ നമ്മുടെ വീട്ടിലോട്ട് ഓട്ടോറിക്ഷ വരുന്നത്? നോക്കുമ്പോൾ ഒരു മദാമയെ പോലെ വേഷം കെട്ടിയ ഒരു കറുത്ത സുന്ദരി. വേറെ ആരുമല്ല, നമ്മുടെ ജയൻ്റെ അമ്മയാണ്. ആ വയസ്സിത്തള്ളയുടെ ഈ വേഷമൊക്കെ കണ്ടിട്ട് വേണുവേട്ടന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ഇതാരാപ്പാ? പൊള്ളാച്ചി ഇറക്കുമതി ചെയ്ത ഉള്ളിച്ചാക്കോ? പാവം വളരെ കഷ്ടപ്പെട്ടിങ്ങനെ ചിരിയടക്കി നിൽക്കുവാണ്. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലയോ? അയ്യോ, എൻ്റെ അരുമമരുമകൻ്റെ അമ്മയല്ലയോ കൊച്ചമ്മണി. എടീ മോളെ പ്രിയേ, നിന്റെ അമ്മായിയമ്മ വന്നിരിക്കുന്നു, ഇങ്ങോട്ടൊന്ന് ഓടിവാ. കൊച്ചമ്മണി പറയാ, ഇവിടെ വേറെ ആരുമില്ലേ? ഒരു 2 പേരെ ഇങ്ങോട്ട് വിട്ടേ, ഈ ലോഡൊക്കെ ഒന്ന് ഇറക്കാനുണ്ട്. വേണുവേട്ടൻ്റെ തമാശ പറയാനില്ല. വേണുവേട്ടൻ പറയാ, ലോഡ് ഇറക്കാനോ? എന്നാൽ യൂണിയൻകാരെ വിളിക്കണ്ടായോ? വേണുവേട്ടൻ ആക്കിയതാണെന്ന് കൊച്ചമ്മണിക്ക് നല്ലതുപോലെ മനസ്സിലായി. ജയേട്ടാ വേണ്ട അമ്മ വന്നു എന്നും പറഞ്ഞ് പ്രിയ അങ്ങോട്ട് ചിരിച്ചോണ്ട് ഓടി വരുന്നുണ്ട്. അമ്മായിയമ്മയും മരുമകളും കൂടെ മോളെ അമ്മേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ്. അത് കണ്ടിട്ട് വേണുവേട്ടനെ സഹിക്കുന്നില്ല. വേണുവേട്ടൻ പറയാ, എത്ര പവിത്രമായ ബന്ധമാണ് കീരിയും പാമ്പും പോലെ. ജയൻ ഇങ്ങോട്ട് ഓടി വന്നിട്ട് നോക്കിയിട്ട് മനസ്സിൽ പറയുക, ദൈവമേ, എന്നെ നാണം കെടുത്താനാണോ ഈ തള്ള ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവിടെ കിടന്ന് കൂടുതൽ നാണം കെടുത്തുന്നതിന് മുമ്പേ ഓടി അങ്ങ് ചെന്നേക്കാം എന്നും പറഞ്ഞ് ജയൻ ഓടിച്ചെന്ന് എൻ്റെ അമ്മച്ചി ഉമ്മ. അല്ല, നീ പോത്തുപോലെ അങ്ങ് ചീർത്തു പോയല്ലോടാ. അച്ചി വീട്ടിലെ ഫുഡ് നിനക്കങ്ങ് പിടിച്ചു പോയല്ലോ മോനെ. വന്ന് കയറുമ്പോഴേ എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ അമ്മ. ശരി, ആ പെട്ടിയൊക്കെ ഈ ഓട്ടോയും എടുത്തിട്ടേ ഓട്ടോ കൂലി കൂടെ നീ അങ്ങ് കൊടുത്തേരെ. എൻ്റെ പൊന്നമ്മേ, വന്ന ഉടനെ തന്നെ എനിക്ക് പണി തരല്ലേ. എൻ്റെ അമ്മ തന്നെ അതങ്ങ് കൊടുത്തേരെ. ഇതൊക്കെ കണ്ടിട്ട് വേണുവേട്ടൻ ഇങ്ങനെ മനസ്സിൽ നിന്നങ്ങ് ചിരിക്കുവാണ്. ദൈവമേ, ഇടിവെട്ടിയവനെ പേപ്പട്ടി കടിച്ച പോലെന്ന പോലെ ആയിപ്പോയല്ലോ. രാധമ്മയും രാജു കൂടെ അങ്ങോട്ട് വരുവാണ്. അല്ല, ഇതാരാ അമ്മയോ? വേണുവേട്ടൻ വീണ്ടും പറയുക, അയ്യോ അമ്മയല്ല, തൊമ്മിയോ? നമ്മുടെ തൊമ്മിയില്ലേ, അവൻ പ്ലാവേന് ചക്കയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണുവേട്ടൻ ഈ തള്ളയെ കളിയാക്കുവാണെന്ന് അവർക്കൊക്കെ മനസ്സിലായി. അങ്ങനെ അവരെല്ലാവരും കൂടെ കൊച്ചമ്മണിയെ ആനയിച്ച് അകത്തു കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തുവാണ്. കൊച്ചമ്മണിക്ക് ഗമയ്ക്ക് ഒട്ടും കുറവില്ല. നിങ്ങളൊക്കെ ഇനി അങ്ങോട്ടൊന്ന് മാറി നിന്നേ, എനിക്ക് കുറച്ച് കാറ്റ് കിട്ടട്ടെ, കുറച്ച് ഓക്സിജനൊക്കെ എടുത്തിട്ട് ഞാൻ ഇനി മുറിയിലോട്ട് പോകാം. രാധമ്മയാണെങ്കിൽ ഒരു ആതിഥ്യ മര്യാദയ്ക്ക് ചോദിക്കുന്നു, അമ്മേ കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ എടുക്കേണ്ടത്? അയ്യേ, ഈ ചായയും കാപ്പി അങ്ങനെയുള്ള ഉപ്പ സാധനങ്ങളൊന്നും ഞാൻ കുടിക്കില്ല. കറന്നെടുത്ത പശുവിൻ പാലിൽ ഇടയ്ക്കിടയ്ക്ക് സ്മൂത്തിയാണ് ഞാൻ കുടിക്കുന്നത്. തള്ളയുടെ ഈ പൊങ്ങച്ചം കണ്ടിട്ട് അവർക്കൊക്കെ ചിരി വരുവാണ്. വേണുവേട്ടൻ ചോദിക്കുക, ഈ മൂത്തിയോ? അതെന്തുവാ സ്മൂത്തി? അതൊന്നും നിങ്ങൾ കഴിച്ച് കാണത്തില്ലല്ലോ. നിങ്ങൾ കഴിക്കുന്നത് വാട്ടുകാപ്പയും കട്ടൻ കാപ്പിയും ഒക്കെ അല്ലയോ? രമ്യ അങ്ങോട്ട് വന്നിത് കേൾക്കുന്നുണ്ട്. രമ്യ മനസ്സിൽ പറയാ, ചേടാ ഈ മുടിഞ്ഞ തള്ള വല്ലാത്ത തള്ളാണല്ലോ തള്ളുന്നത്. കൊച്ചമ്മണിയാണെങ്കിൽ റൂമൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു വൃത്തികെട്ട വീടിനെ കാണുന്ന പോലെ ഒരു ഇളുപ്പോടുകൂടി ഇങ്ങനെയൊക്കെ നോക്കുവാണ്. എന്നിട്ട് പറയുന്നത്, ഇപ്പോഴും ഈ പൂപ്പൽ പിടിച്ച വീട്ടിലാണോ നിങ്ങൾ കഴിയുന്നത്?
നിങ്ങൾക്ക് ഈ വാടക വീട്ടിലെ താമസം നിർത്താറായില്ലയോ? നിങ്ങൾക്കാർക്കുമില്ലെങ്കിലും എനിക്കൊരു അന്തസ്സുണ്ട്, ആഭിജാത്യമുണ്ട്, പാരമ്പര്യമുണ്ട്. എൻ്റെ മകൻ്റെ ഭാര്യ വീട്ടുകാരെ വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറയാനേ എനിക്ക് കുറച്ച് ലേശം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വേണുവേട്ടനാണെങ്കിൽ മുതുക്കിത്തള്ളയുടെ തള്ളൽ കേട്ടിട്ട് കാലെ പിടിച്ച് നിലത്തടിക്കണമെന്നുണ്ട്. ജയനാണെങ്കിൽ അവിടെ നിന്ന് പുറൂർക്കുക ഈ തള്ള ഇവരുടെ കയ്യിൽ നിന്ന് വല്ലതൊക്കെ വാങ്ങിച്ച് കൂട്ടും. ഇനിയും ഈ തള്ളലിങ്ങനെ കേട്ട് നിൽക്കാൻ വയ്യാത്ത കാരണം കൊണ്ട് വേണുവേട്ടൻ പറയുക, കൊച്ചമ്മണിയുടെ രാജകൊട്ടാരത്തിൽ ഞാൻ ഒരിക്കൽ വന്നതാ. 10 മിനിറ്റ് തികച്ച് ഞാൻ അവിടെ ഇരുന്നില്ല. ഉറുമ്പ് കടിച്ചെൻ്റെ ഊപ്പാട് വരുത്തി. ഇനിയും അങ്ങോട്ട് അധികം തള്ളിയാൽ ഇവരുടെ കയ്യിൽ നിന്ന് അടി ഉറപ്പാണെന്ന് കൊച്ചമ്മണിക്ക് മനസ്സിലായി. രമ്യയെ കണ്ടിട്ട് ചോദിക്കുന്നു, ഇവളേതാ ഈ ഒരു ശൃംഗാരി? അത് പ്രിയ ഉടനെ പറയുക, അമ്മേ അത് ഇവിടുത്തെ ഹൗസ് ഓണറല്ലേ, ഹൗസ് ഓണർ രുക്മിണി ആൻറ്റിയുടെ മോളാ. രമ്യ ഒരു ചെറിയ ഗമയിലങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ കൊച്ചമണി പറയാ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആ പലിശക്കാരി കുപ്പിണി. പൊങ്ങച്ചൻ കുറെ അടിച്ചെങ്കിലും തള്ള അങ്ങനെ പറഞ്ഞത് രാജുവിനും രാധമ്മയ്ക്കും വേണുവേട്ടനും വലിയ സന്തോഷമായി. രമ്യയാണെങ്കിൽ ചമ്മി വിളറി അവിടെ നിൽക്കുവാണ്. ഓപ്പറേഷൻ കുബേര കാലത്തെ ഇവിടെ അച്ഛൻ ആ മരങ്ങോടനെ പോലീസ് എടുത്തിട്ട് മരിച്ചതല്ലയോ? ആ കഥയൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. അത് കേട്ടിട്ട് രമ്യയ്ക്ക് നാണക്കേടും ദേഷ്യവും കണ്ടിട്ട് പറയാം, വേണ്ടേ എൻ്റെ അച്ഛനെയും അമ്മയും വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ നീ എന്ത് ചെയ്യോടി? എടി പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്നാ ചോദിച്ചത്. ഒരിക്കലും രമ്യ വിചാരിച്ചില്ല കൊച്ചമ്മണി ഇങ്ങനെ ശബ്ദം ഉയർത്തി രമ്യയോട് സംസാരിക്കുമെന്ന്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച കോലുനാരായണി, നീ താഴത്തുനിന്ന് വളരടി അഹങ്കാരി. വേണുവേട്ടനാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല. വേണുവേട്ടൻ ഇങ്ങനെ വാ പൊത്തി കുനിഞ്ഞിരുന്ന് ചിരിക്കുവാണ്. അതുപോലെ തന്നെയാണ് രാജുവിനും. വിഷമത്തോടെ നിൽക്കുന്നത് പ്രിയയും ജയനും മാത്രമാണ്. കാരണം രമ്യയെ പിണക്കാൻ പറ്റില്ലല്ലോ. രമ്യ എങ്ങാനും പിണങ്ങിപ്പോയാൽ പിന്നെ എങ്ങനെ അവിടെ കയ്യിൽ നിന്ന് പണമൊക്കെ കറന്ന് മേടിക്കുന്നത്? നാണിച്ച് വിളറി വെളുത്തിട്ട് രമ്യ ചോദിക്കുക, വേണ്ടേ എൻ്റെ സ്വഭാവം മാറുന്നുണ്ട്, നിങ്ങൾ ആരാ എന്നെ ഇങ്ങനെ ചാടിക്കടിക്കാനാ? നിനക്കെന്നെ അറിയില്ലേടി, ഞാൻ കൊച്ചമ്മണിയാ, മുണ്ടയ്ക്കൽ കൊച്ചമ്മണിയെന്ന് പറയും. രമ്യ ചോദിക്കുക, അപ്പോൾ നിങ്ങളാണോ മുണ്ടക്കൽ ശേഖരൻ്റെ പെങ്ങള്? വേണുവേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് പറയാം, അതെ, മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ശത്രു. നിന്നെ ഞാൻ ശരിയാക്കി തരാടി, ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ശരിയാക്കി തന്നിരിക്കും എന്നിങ്ങനെ കൊച്ചമ്മണി പറയുമ്പോൾ പ്രിയ പറയുക, അമ്മേ രമ്യ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവളാ. ജയൻ പറയുക, അമ്മേ വലിയ പരോപകാരിയാണോ? എന്നാലും ഇവൾ നേരെ ചൊവ്വേ വളർന്ന ലക്ഷണമില്ലല്ലോ. നിന്റെ ദേഹത്തൊക്കെ ഇട്ടിരിക്കുന്ന സ്വർണം വല്ലതും ആണോടി കൊച്ചേ? മുക്കുപണ്ടം വല്ലതും ആണെങ്കിലേ ചൊറിഞ്ഞ് പണ്ടാരോടുങ്ങിപ്പോവും. എനിക്ക് മുക്കുപണ്ടമൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാ നീ ഇവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത്? നിന്റെ ഈ നിപ്പ് അത്ര പന്തിയല്ലല്ലോ. ഇവിടെ പൊരനിറഞ്ഞു നിൽക്കുന്ന ഒരു ആങ്കൊച്ചുള്ള വീടാ. നിന്റെ നോട്ടവും നിപ്പുമൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഇറച്ചിക്കടയുടെ വാതൊക്കെ പട്ടി നിൽക്കുന്ന പോലെ. കൊച്ചമ്മണി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേണുവേട്ടനും രാജുവിനും പിടിച്ചു നിർത്താനായില്ല. അവരങ്ങ് പൊട്ടിച്ചിരിക്കുവാണ്. വലിയ വഴക്കൊഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് രാധമ്മ പറയുക, അമ്മേ അങ്ങനെ ഒന്നും പറയല്ലേ, ഇവരൊക്കെ കുട്ടിക്കാലം മുതലേ കളിച്ചിവിടെ വളർന്നവരാ. ബാല്യകാല പ്രാവുകൾ. ഇനി അമ്മണിയുടെ അടുത്ത അംഗം രാജുവിനോടാണ്. എടാ രാജു, നീ ആ മന്ത്രിയുടെ മോളെ കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ പാർപ്പിച്ചിട്ടേ അവളെ കെട്ടാതെ വിട്ടത് ഒട്ടും ശരിയായില്ല. എടാ നീ ഇത്രയ്ക്ക് മണ്ടനാണോ? ഞാൻ കേട്ടിടത്തോളം ആ കൊച്ച് ഭൂലോക സുന്ദരിയാ. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രമ്യയുടെ നിയന്ത്രണം വിട്ട് രമ്യ ഇങ്ങനെ ദേഷിച്ച് നോക്കി നിൽക്കുവാണ് ജയനെയും പ്രിയയും. ദൈവമേ, രമ്യയുടെയും അവിടെ അമ്മയുടെയും കയ്യിലിരിക്കുന്ന പൂത്ത പണം കണ്ടുകൊണ്ട് ജയനും പ്രിയയും ഒരുപാട് കണക്കുകൂട്ടൽ വെച്ച് ജീവിക്കുമായിരുന്നു. ഈ കൊച്ചമ്മണി വന്ന് ഇതെല്ലാം തകർത്ത് വാരുമല്ലോ എന്നോർത്തിങ്ങനെ ജയൻ മുകളിലോട്ട് നോക്കി ദൈവത്തെ വിളിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മണി രമ്യ ആ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കുവോ, ഹൃതികയും രാജുവായിട്ടുള്ള കല്യാണത്തിന് കൊച്ചമ്മണി തന്നെ മുന്നിൽ നിന്ന് കൊടി കാട്ടുവോ, അതോ അംബികയും ദീപക്കും രാജുവിന് കള്ളനെന്ന പേര് നൽകി അവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുവോ എന്നുള്ളതിൻ്റെയൊക്കെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.